എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചില്ല മിമിക്രി നടത്തുന്ന അണ്ണന് പൊറോട്ട വേണോ അതോ ദോശ വേണോ പറഞ്ഞേ. എൻ്റെ കൂട്ട് നമുക്ക് രണ്ടു മാത്രമേ അറിയാം, വെളി പറയില്ല. മമ്മൂക്കൈ കാണിച്ചെടുത്ത് മമ്മൂക്ക ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്, മീമിക്കാൻ വരെ പോയിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഒക്കെ ഉണ്ടോ? ഈ പെരുമഴ ആയതുകൊണ്ട് ഓട്ടോ ഇല്ലല്ലേ എണ്ണ ഉള്ള പെറോട്ടയൊക്കെ മേടിച്ച് തിന്നി. പ്രത്യേക മസാലക്കൂട്ടാണ് നമ്മുടെ മധുരയിലെ ആറപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു മസാലക്കൂട്ടാണ്. കാരണം വൈഫാണ് ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ട് നമുക്ക് രണ്ടു മാത്രമേ അറിയാം, വെളി പറയില്ല, ബിസിനസ് പോകും. അപ്പോൾ ഇതിൻ്റെ മസാല ഇത് തന്നെ ഒരു മഞ്ഞ കളർ. അതെല്ലാവരും വന്ന് ചോദിക്കും ഇതെന്താണിത് മഞ്ഞ കളർ, എല്ലായിടത്തും ചുവപ്പല്ലേ, മുളകിൻ്റെ ഇതില്ല, ഇതിൽ മുളക് ഇടൂലേ എന്നൊക്കെ ചോദിക്കും. നമ്മളിതെല്ലാം മുളകുണ്ട്, ഇതിലെല്ലാം ഉണ്ട്. മഞ്ഞയാണ് ഇവർക്ക് കാണുമ്പോൾ ഒരു ഇത് തോന്നുന്നത്. പക്ഷേ വറുത്ത് വരുമ്പോൾ നല്ല ചുവന്ന, KFC അല്ല, നല്ല ചുവന്ന കളറിൽ സാധാ ചിക്കൻ ഫ്രൈ പോലെ ഇരിക്കും. പക്ഷേ കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ. വേറെയുള്ള സ്പെഷ്യൽ പെറോട്ട, അത് ഞാൻ തന്നെയാണ് മേക്ക് ചെയ്യുന്നത്. പിന്നെ ദോശ, പിന്നെ സാമ്പാർ, ചമ്മന്തി, പിന്നെ രസവട. പിന്നെ ഉള്ളത് മധുരൈ മുട്ട പെറോട്ട. അത് മുട്ടയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പെറോട്ടയെല്ലാം അതിൽ പ്രത്യേക കൂട്ടുകളുണ്ട്, അതിൽ ഇലകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൂട്ടുകളുണ്ട്. അങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതാണ് മധുരൈ മുട്ട പെറോട്ട. അതും ചോദിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ ചിക്കൻ കുത്തു പൊറോട്ടയ്ക്ക് വരുന്നുണ്ട്. കുഴപ്പമില്ല, എല്ലാം സ്പെഷ്യലാണ്. ഇനി ഈ സ്പെഷ്യൽ നമ്മൾ ഉണ്ടാക്കി എടുക്കണം. ഇടയ്ക്ക് ഒന്ന് മറ്റേ ഇപ്പം പെറോട്ട ഉണ്ടാ എന്നൊക്കെ പറയും, പെറോട്ട എന്നൊക്കെ പറയും. നമ്മളെ നാട്ടുകാരും പിന്നെ എൻ്റെ അറിയാമെന്നുള്ളവർ നമ്മളെ പ്രോഗ്രാം കണ്ടിട്ടുള്ളവരും ചെറിയ കിഴുന്നും പല സ്ഥലങ്ങളിലും ഇന്ന് തന്നെ പൊതിച്ചോറിന് കൊല്ലത്തു നിന്നൊക്കെ വന്നിരുന്നു, രണ്ടുമൂന്ന് പേര് വന്നിരുന്നു. അപ്പം അവർക്ക് എന്നെക്കുറിച്ച് അറിയാം, ഇങ്ങനെ വരുന്നതാണ്. അച്ഛൻ നടത്തിയിരുന്ന കടയാണിത്. അപ്പോൾ ഇത് പൊളിഞ്ഞു വീഴാറായപ്പം വിചാരിച്ചു ഇത് അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് നല്ല രീതിയിലൊന്ന് പണിഞ്ഞ് നമുക്ക് വരുമാനമായി, പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഒരു വരുമാന മാർഗ്ഗമാവല്ലോ എന്ന് വെച്ച് ചെയ്തതാണ്. അപ്പം കുഴപ്പമില്ല. ഞാൻ പ്രോഗ്രാം പോകുന്ന സമയത്ത് വൈഫും മോനും അമ്മയും എല്ലാവരും ഉണ്ട്. അമ്മയും ഞാനും വൈഫുമാണ് പാചകവും കാര്യങ്ങളെല്ലാം. ഏഷ്യാനെറ്റ്, കൈരളി, പിന്നെ സൂര്യ, ഒരുപാട് ചാനലിൽ ഇടയ്ക്ക് ഞാൻ ഈ റിവ്യൂ പറയുന്ന ആറാട്ടെണ്ണനില്ലേ, സുരേഷ് പീറ്റർ, അങ്ങനെ എന്താ സന്തോഷ് പീറ്റർ, ആ പുള്ളിയുടെ വോയിസ് ചെയ്തു. അപ്പോൾ അത് ആയുസ് ഇങ്ങനെയാണ്, വളരെ നന്നായിട്ടുണ്ട്, സൂപ്പർ പടമാണ്, നല്ല പടമാണ്, എല്ലാവരും പോയി കാണണം, പക്ഷേ ക്ലൈമാക്സ് പോരാ, ഇങ്ങനൊരു സംഭവം ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഈ സംഭവം ഞാൻ എൻ്റെ പേജിലൂടെ ഇട്ടപ്പോൾ ഇത് എല്ലാവരും കണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അസീസ് ഇത് കാണാനായി. ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ മറ്റേ കണ്ണൂർ സ്കോഡിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ഇത് മമ്മൂക്കൈ കാണിച്ചെടുത്ത് മമ്മൂക്ക ഭയങ്കര ചിരിയായിരുന്നു എന്നൊക്കെ എന്നെ മെസ്സേജ് അയച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഇല്ല, ബന്ധങ്ങളൊന്നും കളയാനില്ല. കാരണം ഞാനിപ്പം കണ്ടിന്യൂ ആയിട്ട് പ്രോഗ്രാം പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. നമ്മൾ ഫേസ്ബുക്കായിരുന്നാലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പുതിയ സിനിമാ താരങ്ങളും ഇപ്പോൾ ആരാണ് പുതിയതായിട്ടുള്ള എനിക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്തതാണ് കാന്താര സിനിമയുടെ ഋഷഭ് ഷെട്ടിയുടെ കാന്താര സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ എൻ്റെ വൺ മാൻ ഷോയിൽ ലാസ്റ്റ് ചെയ്യുമായിരുന്നു. അത് 3 മിനിറ്റ് പെർഫോമൻസ്. അതിൽ അതിൽ ചെയ്യുന്ന കുറേ സംഭവങ്ങൾ അതിൽ ചെയ്തു, അത് നല്ല അഭിപ്രായങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഒരുപാട് പ്രോഗ്രാം ബുക്ക് ചെയ്തു. ഈ വർഷം തന്നെ ഞാൻ ഏകദേശം ഒരു 80 പരിപാടികളും കളി. ആരൊക്കെ വന്ന് ഒരുപാട് പേര് വന്നു. തങ്കച്ചൻ, അതുപോലെ തന്നെ നോബിയൊക്കെ ഇടയ്ക്ക് വരും. അതുണ്ടെങ്കിലല്ലേ നമ്മുടെ ജീവിതം. അതുകൊണ്ട് എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചില്ല മിമിക്രി നടത്തുന്ന അണ്ണന് പൊറോട്ട വേണോ അതോ ദോശ എന്ത് പറഞ്ഞേ പൊറോട്ട നമ്മുടെ കട ബന്ധുടെ മിമിക്രി കിടത്തുന്ന പാർട്ടിയാണെന്ന് വെച്ച് അത് മണ്ഡലത്തിൽ അമ്പലത്തിലേക്ക് വരും. ഞാൻ പറഞ്ഞ അത് തന്നെ നീ പറഞ്ഞ ആളെ എന്നു ഓ എന്റെ രണ്ടുപേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത്ര ഇതില്ലാതെ ഞാൻ പറഞ്ഞ അത് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഏത് വേണം ജഗതി ഏതെങ്കിലും ഒന്ന് പറഞ്ഞു. അണ്ണൻ ഓട്ടോ ഒക്കെ ഉണ്ടോ? ഈ പെരുമഴ ആയതുകൊണ്ട് ഓട്ടോ ഇല്ലല്ലേ എണ്ണ ഉള്ള പെറോട്ടയൊക്കെ മേടിച്ച് തിന്നി. എന്താ പറഞ്ഞു എന്റെ ചോദിച്ചു ഒരുപാട് ചോദിച്ചു. നമ്മുടെ അത് തന്നെ ആളെന്ന് പറഞ്ഞു. അതല്ലേ ജോലി ചെയ്യുന്നതിന്റെ ആത്മാർത്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചെയ്യുന്നതല്ലേ ഒരു ആത്മാർത്ഥ. അല്ലാതെ നമ്മള് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ വല്ലതും കിട്ടും. നമ്മളിപ്പോ ചുമ്മാ ഞാൻ തന്നെ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും കിട്ടും. ഇത് പറയുന്നുണ്ട് രണ്ടുപേരും നമ്മളെ വിനോദ് യൂണിവേഴ്സിറ്റിയിലെ അവന്റെ പറഞ്ഞു ഞാൻ പറഞ്ഞ ആദ്യം നീ പറഞ്ഞ ആളെ എന്നു പറഞ്ഞു.
എന്നോടൊന്ന് ചോദിച്ചെന്നാ പുള്ളി. ഭാര്യയാണ് മെയിൻ കുക്ക്, സെക്കൻഡ് കുക്ക് ഞാനാണ്. പിന്നെ കൂടെ സഹായിക അമ്മയുണ്ട്. പിന്നെ കുട്ടികൾ, ഒരു മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മകള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ കണ്ടിന്യൂ ഇപ്പോൾ നമ്മുടെ വരുമാന മാർഗ്ഗം. ഞാനില്ലാത്തതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈഫും മോനും അമ്മയുണ്ട്. സിനിമയിലാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമുക്ക് സിനിമയല്ലേ, മിമിക്രി ആർട്ടിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ബിഗ് സ്ക്രീനിലാണ്. അപ്പം സിനിമയും ആഗ്രഹമുണ്ട്, പിന്നെ സീരിയൽ, സിനിമ, പിന്നെ സ്റ്റേജ് ഷോ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഞാനും ഓച്ചിറ സജീവൻ എന്ന് പറയും, ഫീമെയിൽ ക്യാരക്ടറൊക്കെ ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ചാണ് അടുത്ത ഷോ ചെയ്യാൻ പോകുന്നത്. 2 man ഷോയിലെ ഫിഗർ ഷോ, 1 മണിക്കൂർ ഷോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഒരു പ്രോഗ്രാം കൂടെ തന്ന് സഹായിക്കണം. സൗഹൃദങ്ങളാണ് കൂടുതലും നമ്മൾ ഇടപെടുന്നതും, എല്ലാവർക്കും വലിയ സ്നേഹമാണ്. പിന്നെ ഈ കല ഇത്രയും അറിയാമെങ്കിലും അറിയപ്പെടുന്നെങ്കിലും ഇത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെന്ന് എല്ലാവരും പറയും. അതെന്നെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. മീമിക്കാൻ വരെ പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ വണ്ടിയിൽ കെട്ടി ഓരോ വീടുകളിൽ ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു. നല്ല ഫ്രഷ് മീനായിരുന്നു അന്ന്. ഫേസ്ബുക്കിൽ അത് ഇത് എന്നുവെച്ചാൽ കച്ചവടം കുറവായിരുന്നു. കൂടുതലും പാഴ്സലാണ്. പാഴ്സല് പിന്നെ ഇരുന്ന് കഴിക്കാൻ ഒരു 9-9:30 മണിയാക്കുമ്പോഴേ കുറച്ച് പേര് വരുള്ളൂ. ബാക്കിയെല്ലാം പാഴ്സലാണ്. പൊറോട്ട അടിക്കുന്നത് മിമിക്രി കാണിക്കുന്ന കണക്കല്ല, ഭയങ്കര പാടാണ്. മിമിക്രി കാണിക്കുന്നത് അത് ജന്മനാ ഉള്ള ഒരു കഴിവാണ്. പൊറോട്ട അടിക്കുന്നത് അത് നല്ല രീതിയിൽ പഠിച്ചേ പറ്റൂ. പഠിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്.